നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള റോബസ്റ്റ് കൊലയാണിത്. ഈ കൊല വലുതാണ്, നല്ല വലുതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഈ കൊല അങ്ങനെ തന്നെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കൊലയുടെ അടിഭാഗത്തുള്ള കായകൾ നല്ല മൂപ്പായിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തുള്ള കായകളെടുത്ത് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു, റോബസ്റ്റ കായയുടെ തോരനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കായ വെട്ടിയെടുക്കുകയാണ്. ഏറ്റവും അടിയിലുള്ള പടലയാണ് ഞാനത് വെട്ടിയെടുക്കുന്നത്. അത് മുറിച്ചെടുക്കുകയാണ്. ഏറ്റവും അടിയിലുള്ള പടല മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ. 2 ആഴ്ചയും കൂടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കായ്ക്കൊല വെട്ടണുള്ളൂ. അപ്പോൾ തൽക്കാലം അതിൻ്റെ അടിയിലുള്ള കായ വെട്ടിയെടുത്തിട്ട് തോരന് വേണ്ടി ശരിയാക്കാണ്. ഇത് വലിയ പടലയായ കാരണം ഞാനതിൻ്റെ പകുതിയെ കറി വയ്ക്കുന്നുള്ളൂ, അതായത് ഉപ്പേരിയാക്കുന്നുള്ളൂ. തോരൻ എന്ന് പറഞ്ഞു നേരത്തെ ആ പകുതിയാണ് ഉപ്പേരിയാക്കുന്നുള്ളൂ. അതിൽ തന്നെ കായ കുറച്ചുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അരിയണേന്ന് കാണിക്കാനും. ഇതിൻ്റെ തൊലി നമ്മൾ കളയണം. ബാക്കിൽ നിന്ന് ഇങ്ങനെ തൊലി കീറി, തൊലി എടുക്കേണ്ട ആവശ്യമില്ല, തൊലി കീറി എടുത്തിട്ട് മൊത്തം തൊലി കളഞ്ഞിട്ട് ആ എണ്ണയിലും ഇതിലൊക്കെ തൊലി കളഞ്ഞിട്ട് ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പം നമുക്ക് അരിഞ്ഞിടാം. ഞാനിപ്പോൾ വല്ലാതെ ചെറുതാക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് റോബസ്റ്റ കായ കാരണം വേഗം വെന്ത് പോവില്ലേ, അപ്പോൾ വല്ലാതെ ചെറുതാക്കണില്ല. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം, അതായത് എത്ര കായ വേണോ ആ കായ നമ്മൾ അരിഞ്ഞ് ശരിയാക്കി വയ്ക്കുക. എന്നിട്ട് ശരിയാക്കി വെച്ചിട്ട് ഒരു ബൗളിൽ ഞാൻ വെള്ളം തിളപ്പിക്കും. ആ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലിട്ട് ജസ്റ്റ് തിള വരുമ്പോൾ അത് ഓഫാക്കണം. വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് ഒരു ബൗളിൽ ഈ കായ ഇടാനായിട്ട്, കായ വേവിക്കാനുള്ള വെള്ളമാണ്, വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ കായ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം, ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ കഴുകിയ കായ അതിലേക്ക് ഇട്ട് കൊടുക്കണം. കഴുകിയ കായ വെള്ളത്തിൽ നിന്നെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഇടണം കാണിക്കണ്ട. ഒറ്റ കഴിഞ്ഞിട്ടില്ലേ? കഴുകിയ കായ നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കായ ഇട്ടപ്പോൾ വെള്ളം തിള നിന്നു. ഇനി അതൊന്ന് നന്നായി തിളച്ച്, ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച വശം ഓഫാക്കണം. തിളയ്ക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. കായയും വെള്ളവും കൂടി തിളയ്ക്കണം. അധികം വേവിക്കാൻ പാടില്ല, ഇത് റോബസ്റ്റ കായ ആയ കാരണം ജസ്റ്റ് വേവാനേ പാടുള്ളൂ. പിന്നെ നമ്മൾ അത് ഉള്ളി മുപ്പിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള വേവും കൂടി അതിൽ പാകമായിക്കോളും. അപ്പോൾ തിളച്ച വശം നമ്മൾ ഓഫാക്കണം. അപ്പോൾ തിള വന്നിട്ടില്ല, തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ കായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇറക്കി വെച്ച് മൂടി വയ്ക്കണം. അതേസമയം പാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഉള്ളി മൂപ്പിച്ച് ശരിയാക്കാണ്. പിന്നെ ഇത് ഞാൻ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ മൂടി വെച്ചിട്ട് അതപ്പോൾ ആ സമയം കൊണ്ടത് അതിനകത്ത് ഇരുന്നൊന്ന് വേവാവും. പാൻ വെച്ച് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിക്കണം. പാനിലേക്ക് മൂപ്പിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം.
മൂപ്പിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും ചിലർ, കായ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. സാധാരണ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു തോരനാണിത്, കായത്തോരൻ. അത് അവർക്ക് ഏത് കായ കിട്ടിയാലും ഒരു തോരൻ വയ്ക്കും. നമ്മൾ ചെറുകായാണ് കൂടുതലായിട്ട് ഉപ്പേരിയായിട്ട് എടുക്കാം. അപ്പോൾ റോബസ്റ്റ കായും ഇപ്പം ഞാൻ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇഷ്ടംപോലെ സുലഭമായിട്ട് റോബസ്റ്റ കായുള്ള കാരണം റോബസ്റ്റ കായും തോരൻ വയ്ക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഞാൻ എല്ലാ കറികൾക്കും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും മൂപ്പിക്കാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു സ്വല്പം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ കായയിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷെ അത് വാർത്ത് പോകുമ്പോൾ ഉപ്പ് കുറയും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മുടെ പാകത്തിന് നമ്മൾ ശരിയാക്കണം. കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി ഉപ്പ് പിന്നീട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി. അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ്, ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് നമ്മൾ നമ്മുടെ തോരൻ വെച്ച പാത്രം ഇറക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് കൊടുത്ത് ഇളക്കിയാലും മതി. ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി വേഗം മൂക്കാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്ത് വരണേ ഉള്ളൂ. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഉള്ളി മൂത്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് കായ വാർത്തെടുക്കാം. കായ ഞാൻ വാർത്തെടുക്കാണ്. ഒരു അരിപ്പ പാത്രത്തിലാണ് വാർത്തെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ അധികം വെന്തിട്ടില്ലാന്ന് തോന്നും, പക്ഷെ ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി അത് തോരനിൽ കിടന്ന് വേവും. ജസ്റ്റ് വേവായാൽ മതി. വാർത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഉള്ളി മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഉള്ളി മൂപ്പായ ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനിവിടെ ഒരു 5-6 കായ 7 കായോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർക്കാറില്ല തോരന്. ഇനി നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാനിതിലേക്ക് ഇട്ട് ഇതെല്ലാം ഇളക്കി കുറച്ചധികം കറിവേപ്പില ഇടും. എനിക്ക് എന്ത് കറി വെച്ചാലും വീട്ടിലെ കറിവേപ്പ് നന്നായുള്ള കാരണം നിറയെ കറിവേപ്പില ഇട്ടാലേ സമാധാനം ഉണ്ടാവുള്ളൂ. മൂത്ത് ശരിയായ ശേഷം നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റോബസ്റ്റക്കായ അരിഞ്ഞ് ചിക്കൻ കായ അതിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി യോജിപ്പിച്ച് ചൂടോടെ ഒന്ന് മൂടി വെച്ചാൽ മതി. പാകത്തിന് വേവായിട്ടുള്ള നമ്മുടെ റോബസ്റ്റക്കായയുടെ തോരൻ നമുക്ക് ശരിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കായ തോരൻ അല്ലെങ്കിൽ കായ ഉപ്പേരി, റോബസ്റ്റ കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ചാൽ മതി. മൂടി വയ്ക്കണം. ഒരു ചെറിയ വേവ് അങ്ങനെ ഒരു ഇത്തിരി കുറവുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഗ്യാസ് ഓഫാക്കി ചൂടോടെ അത് മൂടി വയ്ക്കാം. ഇനി ആവശ്യത്തിന് ഉപയോഗിക്കാം.